ആളെ കിട്ടിയിരിക്കുന്നു. അതെ അതെ അതെ. എവിടെ അൻവർ എന്ന ചോദ്യത്തിന് ഉത്തരം അഷ്കറിന്റെ അടുത്ത അൻവർ എന്നതാണ്. അഷ്കർ അലി കരിമ്പ, ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. കത്രിക ചിഹ്നവുമായി അഷ്കറിന്റെ കൂടെ നിൽക്കുന്നയാൾ PV അൻവർ ഇന്ന് വ്യത്യസ്തമായ പ്രചാരണമാണല്ലോ. റോഡ് ഷോ വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ മറ്റെന്തോ പ്ലാൻ ഉണ്ട് ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥിക്കല്ലേ? സുജ, തീർച്ചയായും. കാരണം ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇപ്പോൾ PV അൻവർ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിൻ്റെ തിരക്കിലാണ്. കട്ടൻ ചായയാണ് നമ്മളൊരു പിൻബലം. സാധാരണ മലയോര കർഷകരുടെ ഭക്ഷണം എന്ന് പറയുന്നത് കട്ടൻ ചായയും കപ്പയാണ്. ഇന്ന് കപ്പ ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ വെറും കട്ടൻ ചായ കുടിക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് മുറുക്കും ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിക്കുക. സഖാക്കളാണ് പറഞ്ഞത് കട്ടൻ ചായയും പരിപ്പോടയും. അല്ല, അതിപ്പോൾ അദാനി അംബാനിയൊക്കെ പാർട്ട്ണർമാരാകുമ്പോൾ അവർക്ക് കട്ടൻ ചായ, അവർക്കിപ്പോൾ ഹോർലിക്സ്, ബോൺവിറ്റ, പിന്നെ ദുബായിലൊക്കെ 1,00,000-ൻ്റെ ഇതുപോലുള്ള എന്തൊക്കെയോ ഡ്രിങ്ക് കാണാം. അതൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പോൾ ഈ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ കൊട്ടിക്കലാശത്തിൻ്റെ തിരക്കിലാണ്. പാർട്ടി പ്രവർത്തകർക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ UDF-ൻ്റെയും LDF-ൻ്റെ ഒക്കെ ഒരു പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ഒരു പ്രചാരണമില്ലാതെയാണ് PV അൻവർ ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആവേശം കൊള്ളിക്കലാണല്ലോ. ആ ആവേശത്തിലൊരു അടിസ്ഥാനമില്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം 23-ാം തീയതി ഒരു 11 മണിയാകുമ്പോഴേക്കും നിലമ്പൂരും കേരളവും അലതല്ലുന്നതാണ്. പിണറായി സത്തിനെതിരെ ജനങ്ങളുടെ വികാരം അണപൊട്ടി ഒഴുകുന്നത് കേരളത്തിൽ ഉടനീളം കാണും. നിലമ്പൂരിൽ മാത്രമായിരിക്കില്ല. അതാണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു വോട്ടിലെ കണക്ക്, അൻവറിൻ്റെ വോട്ടിലെ കണക്ക് 75,000 വോട്ട് പിടിക്കുന്നതാണ് ആദ്യം മുതൽ പറഞ്ഞത്. അതിപ്പോഴും അങ്ങനെ തന്നെ. ഒരു ഡൗട്ടോ കാര്യത്തിലില്ല. എന്തിനാണ് ഡൗട്ട് ചെയ്യുന്നത്? 35,000 വോട്ടിലേക്ക് എത്താൻ ഈ പറയുന്ന സ്വരാജ് കഷ്ടപ്പെടും. 29,900 ചില്ലാനം വോട്ടാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM തലകുത്തി മറിഞ്ഞിട്ട് പിടിക്കാൻ പറ്റിയത്. അപ്പോൾ അതിൽ പരമാവധി അതുപോലെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ 99 MLA-മാരും MP-മാരൊക്കെ വന്നാൽ ഒരു 5,000 കൂടെ കൂട്ടാൻ നമുക്ക് 35,000 ആക്കിക്കോ, കുഴപ്പമില്ല. UDF 45,000. എനിക്ക് ഈ പറയുന്ന 35 to 40% എനിക്ക് വരുന്ന വോട്ടാണ്. പിന്നെ ഈ പറയുന്ന UDF-ൽ നിന്ന് 25 ചിലപ്പോൾ ഒരു ഘടകകക്ഷിയിൽ നിന്ന് നമുക്ക് 35 വരെ വന്നേക്കാം. ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജനങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ ഉയർത്തിയ ആൻറ്റി പിണറായി സത്തിനെതിരെ ഈ മലയോര കർഷകരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ മാനസിക പോരാട്ടത്തിലാണ്. ശാരീരിക പോരാട്ടം നിങ്ങൾ കാണില്ല. ശാരീരിക പോരാട്ടം എന്ന് പറയുന്നത് 23-ാം തീയതി കാണുമോ? അന്ന് കാണാം നമുക്ക്. യൂസഫ് പത്താൻ്റെ വലിയ റോഡ് ഷോ ഒക്കെ നടത്തി. അതുകൊണ്ടാണ് പിന്നെ ഒരു കൊട്ടിക്കലാശം വേണ്ടാതെ തീരുമാനിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ വനിതകളെ പരമാവധി പങ്കെടുപ്പിക്കാനായിരുന്നു തീരുമാനം. അവർ പങ്കെടുക്കാൻ ആവശ്യം കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ജനക്കൂട്ടം, കേരളം കാണാത്തൊരു ജനക്കൂട്ടം നിലമ്പൂരിൽ കൊട്ടിക്കലാശം പങ്കെടുക്കും. അത് മനസ്സിലാക്കിയ സ്പെഷ്യൽ ബ്രാഞ്ച് പിണറായിക്ക് വിവരം കൊടുത്തിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ കൊട്ടിഘോഷത്തെ സ്പ്ലിറ്റ് ചെയ്തത്. മനസ്സിലായോ? അവരുടെ കൊട്ടിക്കലാശം തകർക്കുന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇടക്കലും നിലമ്പൂരും രണ്ട് ഭാഗം തല കുത്തി മറിഞ്ഞാലും ആ ജനത്തിനെ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഏറനാടിൽ നിന്നും വണ്ടൂരിൽ നിന്നും പെരിന്തൽമണ്ണ നിന്നും മങ്കട നിന്നൊക്കെ ആളടിച്ച ബസ് നിങ്ങൾ കണ്ടതല്ലേ? അഷ്കർ അലി കരിമ്പ, ഒറ്റ ചോദ്യം കൂടി. 2021 തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് കിട്ടിയത് 81,227 വോട്ടാണ്. 80,000 വോട്ട് ഇക്കുറി ഈ രണ്ട് മുന്നണിയിൽ നിന്നുമുള്ള വോട്ട് സമാഹരിച്ച് പിടിക്കാൻ PV അൻവറിന് കഴിയുമോ? ഒരു വിജയമാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത്. അത്രയും വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിച്ചെത്തിക്കാൻ കഴിയും എന്നതാണോ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? ചെയ്യുന്ന പ്രവർത്തിക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടണം, ആളുകളെ ബോധ്യപ്പെടുത്തണം. തെരഞ്ഞെടുപ്പിൽ PV അൻവർ പിടിക്കുന്നത് 81,000 ചില്ലാന വോട്ടുകളാണ്. അത് 2,700 വോട്ടിന് ഭൂരിപക്ഷത്തിൽ അൻവർ വിജയിക്കുകയും ചെയ്തു. അന്ന് വലിയൊരു മുന്നണി സംവിധാനത്തിൻ്റെയും സംഘടനാ സംവിധാനത്തിൻ്റെയും ഒക്കെ പിൻബലം PV അൻവറിനുണ്ട്. ഇന്ന് അതില്ലാതെയാണ് PV അൻവർ മത്സരിക്കുന്നത് എന്നുള്ളതല്ലേ മനസ്സിലാക്കിയതിൻ്റെ അതിലും വലിയ മുന്നണിയാണ് ഇപ്പോൾ ഉള്ളത്. അത് ജനങ്ങളുടെ മുന്നണി. ജനം രാഷ്ട്രീയം മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അഷ്കറിൻ്റെയൊക്കെ വീട്ടിൽ 2 പുലിയോ അല്ലെങ്കിൽ 2 ആനയോ മുറ്റത്ത് കൂടെ നടന്നു നോക്കണം. അഷ്കർ എവിടെ നിൽക്കും? ഈ മുന്നണി കോൺഗ്രസ് കീ ജയ്, CPM കീ ജയ് ഉണ്ടാവുമോ? ഒരാൾക്കും കഴിയില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയം ഇവിടെ പ്രതിഫലിക്കും. സാമുദായിക നേതാക്കളായിട്ടുള്ള കൂടിക്കാഴ്ച കൂടി നടത്തിയിരുന്നല്ലോ ജിഫ്രി തങ്ങളുമായിട്ടൊക്കെ. അതിലൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള ഉറപ്പ് ലഭിക്കുന്നുണ്ടോ? നേരത്തെ കാന്തപുരമായി കൂടിക്കാഴ്ച. എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയുടെ കൂടെ ഉണ്ട്. എല്ലാ നേതാക്കളുടെയും, എല്ലാ സാധാരണക്കാരുടെയും ആ പ്രാർത്ഥനയാണ് എൻ്റെ ശക്തി. അതൊരു ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ ഭരണ പ്രതിപക്ഷ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെ എന്താ പറയുക നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള മുന്നോട്ടേക്കുള്ള അവരുടെ ഈ പ്രയാണം ഉണ്ടല്ലോ, അതിനെതിരെയുള്ള പ്രാർത്ഥന.
വീട് കയറി പ്രചാരണം ഒന്നുണ്ടോ സ്ഥാനാർത്ഥി? ഇഷ്ടംപോലെ നമ്മുടെ ഫീൽഡിലാണ് എല്ലാ പ്രവർത്തകരും. അഷ്കർ രണ്ടാമതാരെത്തുന്നു ചോദിക്കുമോ? തെരഞ്ഞെടുപ്പ് പ്രചാരണം പി വി അൻവർ വിജയപ്രതീക്ഷ കാണിക്കുമ്പോൾ അഷ്കർ രണ്ടാമതാരായിരിക്കും? രണ്ടാമത് ആരെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്നത്. ഇപ്പോൾ പി വി അൻവർ ഒന്നാം സ്ഥാനം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ രണ്ടാമത് ആരെത്തും അൻവറിന്റെ കണക്കിൽ? രണ്ടാമത് ആരെത്തിയാലും എനിക്കെന്താ, ഹൂ കേസ്? ജനങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തണം എന്നല്ലാതെ ജനങ്ങളുടെ സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് എത്തണം. ഹൂ കേസ്? രണ്ടാം സ്ഥാനത്തുള്ളവരെ കുറിച്ച് ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്? എനിക്ക് തന്നെ ഇപ്പോൾ 3 തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്കെതിരെ മത്സരിച്ച ആളാരാണെന്ന് നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ ഒരു 5 സെക്കൻഡ് ആരേക്കാതെ എൻ്റെ മെമ്മറിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചവൻ്റെ സ്ഥിതി അതാ. പിന്നെ നാട്ടുകാർക്ക് അതിലെന്താ കാര്യം? സ്വാഭാവികമായിട്ട് 35,000 വോട്ടിനുള്ളിൽ ഇടതുപക്ഷം ഒതുങ്ങും. 45,000 വോട്ട് ആരാട് ശോഭത്തെ പിടിക്കുന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും UDF രണ്ടാം സ്ഥാനത്ത് എത്തും എന്നുള്ളതാണ്. അല്ല, അതങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൂട്ടാൻ. ഹൂ കേസ്? നമ്മൾ ജയിക്കാനല്ലേ നോക്കുന്നത്. നമ്മൾ തീർച്ചയായും എല്ലാവരും ജയിക്കാനായിട്ടാണ് മത്സരിക്കുന്നത്. കുട്ടിക്കലാശ ദിനമാണ്. അഷ്കർ അലി കരിമ്പ, അപ്പോൾ അൻവറിന് എല്ലാ ആശംസകളും. അദ്ദേഹത്തിന്റെ വെറൈറ്റി പ്രചാരണം ഇന്ന് തുടരട്ടെ.